ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാണ് സ്ഥലം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ. ദാ ദൂരെ കാണുന്നൊരു ബ്രിഡ്ജ് കണ്ടില്ലേ, ഈ ബ്രിഡ്ജാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. നല്ല ഭംഗിയുള്ള ബ്രിഡ്ജാണ് കേട്ടോ. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം ഒരു വൈകുന്നേര സമയമാണ്, അതായത് സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിച്ചു ആ ഒരു സമയത്താണ്. അപ്പോൾ ഒരു കാഴ്ച, ആ സമയത്തുള്ളൊരു കാഴ്ച അതിമനോഹരമായിരിക്കും. അധികം ഇരുട്ടുമല്ല, ചെറിയൊരു ചുമപ്പൊക്കെ ആയിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പം നല്ല തണുപ്പുമാണ് കേട്ടോ. ഈ തണുപ്പ് സമയത്തും ഈ ഒരു ടൈമിലൊക്കെ ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ധാരാളം പക്ഷികൾ പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ചൂട് സമയത്തിൻ്റെ തുടക്കവും അതുപോലെ തണുപ്പിൻ്റെ തുടക്കമൊക്കെയാണ് ഇവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുള്ള കാഴ്ചകളൊക്കെ കാണാൻ നോക്കി നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ നേരെ അടിയിലാണ് കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് നോക്കി അതും ആ ഒരു ബ്രിഡ്ജിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ പക്ഷിയെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ്. ഇവർ കുറേ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അതൊരു എന്താ പറയുക, വളരെ കണ്ണിന് നല്ല കുളിർമ തരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മളിന്ന് പോകുന്നത് ദുബായിലുള്ള ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂൻ എലിസബത്ത് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പുണ്ട്. ആ ഷിപ്പ് ഇപ്പം റൈഡിനൊന്നും പോകുന്നില്ല, ഷിപ്പായിട്ട് സെയിലിങ്ങിനൊന്നും പോകുന്നില്ല. അതിന് പകരം ആ ഷിപ്പ് ഒരു ഹോട്ടലായിട്ടാണ് ഇപ്പോൾ ദുബായിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഹോട്ടലിൽ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സെയിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഈ കാണുന്നതാണ് കേട്ടോ ഷിപ്പ്. അങ്ങനെ നമുക്ക് സമയം അധികം കളയേണ്ട, നമുക്ക് നേരെ അങ്ങ് പോവാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്ലോക്ക് റൂം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കടന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ക്ലോക്ക് റൂമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ അതായി കാണുന്നതാണ് ക്യൂൻ എലിസബത്ത് 2 എന്ന് പറയുന്ന ഷിപ്പ്. അതിൻ്റെ പുറമെ നിൽക്കുന്ന കുറച്ച് ക്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ. സെയിലുള്ളതുകൊണ്ടാണ് ഇത്ര ക്യൂ. അപ്പോൾ നമ്മൾ ക്യൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ അതിലൂടെയൊക്കെ നടന്ന് ആ ഷിപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെയും സെൽഫിയൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തിട്ടാ റീൽസിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ നിൽക്കാമല്ലോ, നമ്മൾ റോസും ജാക്കൊക്കെ ഒന്ന് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഷിപ്പിൻ്റെ അടിയിലുള്ള ഫാൻ പോലത്തെ സാധനം നമ്മൾ കണ്ടില്ല ടൈറ്റാനിക്കിലൊക്കെ, അതാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അതും അവരെന്താ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാ നമ്മൾ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം. ഇത് കണ്ടില്ലേ, പല ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം സ്പ്രേയും വാച്ചും ഡ്രസ്സും ഷൂസും ഒന്നും വേണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ബ്രാൻഡഡ് ഐറ്റംസൊക്കെയാണ് സെയിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ സെയിലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നോക്കിയ ഒരു ആർട്ട് പോലെ നല്ല ഭംഗിയുള്ളത് കാണാൻ. കുറേ ഹോഴ്സുകളാണ്
ഇങ്ങനെ ഒരു ആർട്ട് വർക്ക് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ ചുറ്റി നടന്ന് അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഞാനാണെങ്കിൽ അവിടെ ഈ ഷിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലിന് ആടുന്ന എവിടെയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ തപ്പി നടന്നിട്ട് എടുത്തത്. പക്ഷേ ഈ ഇത് ഗ്ലയർ അടിക്കുന്നതുകൊണ്ടേ അങ്ങനെ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു. ബാക്കിൽ കടലാണ് കേട്ടോ. കടലിൽ ഈ നമ്മുടെ ഈ ഷിപ്പ് നിർത്തിയിട്ടേക്കുന്ന പുറവശമാണ് ഞാൻ കാണിച്ചത്. ഷിപ്പിൻ്റെ അകത്തുനിന്ന് കുറച്ച് സെൽഫി വീഡിയോസും കൂടെ ഞാൻ എടുത്തു കേട്ടോ. ഇതിൻ്റെ മോൾ വശത്താണ് ശരിക്കും റെസിഡൻസ് ഉള്ളത്. ആ ഭാഗത്തേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ സെയിൽ കാണാൻ വേണ്ടി പോയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ മുകളിലുള്ളവർക്കാണ് നമ്മൾ ഹോട്ടൽ സ്റ്റേ എടുക്കുകയാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഇവിടം വരെ നമുക്ക് കയറാൻ പറ്റിയിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത്രയും വരെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അതുപോലെ നമ്മൾ അതിന് ശേഷം ഒരു ക്ലോക്ക് റൂം പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ഈ ഷിപ്പുകളുടെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരുന്നത്. ഒക്കെ ലൈബ്രറി പോലെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്ഥലങ്ങൾ കുറേ ഷിപ്പുകളുടെയൊക്കെ ഇങ്ങനെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.